സുഹൃത്തുക്കളെ, പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രധാനപ്പെട്ട വിഷയം, പി വി അൻവർ തന്നെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു റീഡിംഗ് അറിയാൻ അവർ പലതും പല ഉത്തരങ്ങൾ പറഞ്ഞു. തൊഴിലില്ലായ്മയും അല്ലെങ്കിൽ വിലക്കയറ്റവും അങ്ങനെ അങ്ങനെ പല വർഗീയത, അങ്ങനെ പല പല വിഷയങ്ങൾ പറഞ്ഞു. പക്ഷെ പി വി അൻവർ ആ, വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞ ഒരു കോമൺ മാൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ശരിയെന്ന് തോന്നുന്ന വലിയൊരു യാഥാർത്ഥ്യം അത് മറ്റൊന്നാണ്. അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ നേതൃതലത്തിലുള്ള വലിയൊരു കൂട്ടുകെട്ട് എന്നുള്ളതാണ്. എത്രയോ ഗൗരവമേറിയ വിഷയങ്ങളാണ്. നമ്മൾ ഇതിന് മുൻപും ഇത് കേട്ടിട്ടുള്ളതാണ്. അത് CPI നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് അക്കാലത്ത് കേട്ടിട്ടുള്ളത്. അതായത് സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്ന നിലയിലായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് എന്താ പറയുക, വേറൊന്ന് മുണ്ടുടുത്ത മോഡിയും മുണ്ടുടുക്കാത്ത മോഡിയുമാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് കേവലം BJP അല്ലെങ്കിൽ CPM ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിൽ വലിയൊരു ദൃഢമായ ബന്ധമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പി വി അൻവർ തുറന്നു പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും പല ആ, ഉദ്ഘാടനങ്ങളിൽ. ഇപ്പോൾ ലുലു മാളിൻ്റെ ഉദ്ഘാടനവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരളത്തിലെ ലീഗിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾ, BJP നേതാക്കൾ, ഇവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഉള്ള അവരുടെ സൗഹൃദ സംഭാഷണങ്ങൾ, നേതാക്കൾക്കിടയിൽ സൗഹൃദമുണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയെ അത്ര തെറ്റായി നമുക്ക് കാണാനും കഴിയില്ല. പക്ഷേ ഇവിടെ പല പ്രശ്നങ്ങളിലും പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതായത് ഉന്നതരായ നേതാക്കൾക്കെതിരായ പല കേസുകൾ, ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ ഏതെങ്കിലും ഒരു ഇരയൊക്കെ വന്നാൽ ആർക്കും അവരെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു പെണ്ണങ്ങ് നിൽക്കുകയാണ്, ഇരയായി നിൽക്കുന്ന സ്ത്രീ പരാതി ശക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് പ്രതിയെങ്കിൽ CPM സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ CPM-നെതിരെയും ആ വനിത പറയുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് അവിടെ സഹായിക്കില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് നടന്ന് പുറത്തിറങ്ങി സുഖകരമായി പുറത്തിറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് പലപ്പോഴും ഉണ്ടായേക്കാം. പക്ഷേ അഴിമതി കേസുകൾ, പലതരത്തിലുള്ള കേസുകളുടെ ഭാവി എന്ത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ലാവ്ലിൻ കേസ് എത്ര കാലമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകളുടെ അവസ്ഥ എന്താണ്? ഇതിൽ പലതും രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും എതിരാളികളെ ഒന്ന് നാണം കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ കേസുകളുടെ അവസ്ഥ എന്ത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. പലപ്പോഴും പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ട് പല കാര്യങ്ങളിലും സെറ്റിൽമെൻറ്റുകൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് ആ കേസുകൾ അങ്ങനെ നിന്നു പോകുന്നത് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പുനർജനി കേസിൻ്റെ അവസ്ഥ എന്താണ്? എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായൊരു മൂവ് ഉണ്ടാകുന്നു എന്ന് കരുതാൻ കഴിയില്ല. ഈ ഭരണപക്ഷത്തുള്ള, ഇപ്പോൾ CPM-ലുള്ളവരൊക്കെ തന്നെയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ശക്തമായ രംഗത്ത് വരുന്നത്. പക്ഷെ അവർ ഭരിക്കുമ്പോൾ പോലും അതിനെതിരെ ഒന്നും നടക്കുന്ന സ്ഥിതിയില്ല. അല്ലെങ്കിൽ കേന്ദ്ര ED അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലും ഒരു കുന്തവും ഒരു കാര്യത്തും പലയിടത്തും ഉണ്ടാകുന്നില്ല. ചെറുമീനുകളെ പിടിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യപ്പെട്ട ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. കൊടകര കുഴൽപ്പണ കേസ് അത്തരത്തിൽ വലിയ രീതിയിൽ CPM തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ CPM അതിലൊരു തുടരന്വേഷണം അല്ലെങ്കിൽ അതിശക്തമായ ഒരു അന്വേഷണം നടത്തി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും എത്തിയിട്ടില്ല. പലപ്പോഴും നമുക്കറിയാം, ഈ ഉന്നത നേതാക്കൾ നടത്തുന്ന അല്ലെങ്കിൽ ഉന്നത നേതാക്കളുടെ പേര് വരുന്ന പല കേസുകളിലും അതിൻ്റെ ലിങ്കുകൾ അവരിലേക്ക് എത്തിക്കാൻ കഴിയാത്ത പല തെളിവുകളും ഉണ്ടായേക്കാം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൽ വരെ എത്തി എന്നുള്ളത് അത്ഭുതകരമാണ്. അത് ഒരു തരത്തിലും ശിവശങ്കറിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയും വിശ്വസ്തനാണ്. പക്ഷേ എന്നിട്ടും രക്ഷിക്കാൻ കഴിയാത്തത്ര നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അവിടെ പ്രതിസ്ഥാനത്താകുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഓഫീസിൽ നിന്നുകൊണ്ട് വലിയ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശശിക്കെതിരെ അടക്കം PV അൻവർ ഉന്നയിക്കുന്ന ആരോപണവും അതുതന്നെയാണ്. പക്ഷേ ഇത്രയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം സമ്പൂർണ്ണ പരാജയമായി നിശബ്ദമായി ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ പൊളിറ്റിക്കലി ഇപ്പോൾ ചാടി ഇറങ്ങി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലാകാം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കിയായിരിക്കും പ്രതിപക്ഷം ചിലപ്പോൾ കുറച്ചൊന്ന് സൈലൻ്റ് ആയിരിക്കുന്നത്. പക്ഷേ
നേതാക്കന്മാർക്കെതിരെ നടക്കുന്ന പല കേസുകളുടെയും ഭാവി എന്ത് എന്നുള്ള ഗൗരവമേറിയ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരികയാണ്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല എന്ന് നമുക്കറിയാം. ശരിയാണ്, ഇന്ത്യയിലെ പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ കിടക്കുന്ന സ്ഥിതി തന്നെയുണ്ട്. ഇതാ നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് പിണറായി വിജയനെ ആയിരിക്കും ഇനി അകത്ത് ജയിലിലിടുക എന്നുള്ളതാണ്. പക്ഷേ ഇതാ നോക്കൂ, ജയലളിത ജയിലിൽ കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, ലാലു പ്രസാദ് യാദവ് ജയിലിൽ തന്നെയാണ്. അങ്ങനെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്നുള്ളത് ഇല്ല എന്ന് തന്നെ പറയേണ്ട നിലയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം, RSS അല്ലെങ്കിൽ മോദി വിഭാഗത്തിനെതിരായി നടത്തിയ പരാമർശത്തിലൊക്കെ അദ്ദേഹത്തിന് എന്താ പറയുക, വളരെ സീരിയസ് ആയി തന്നെ അതിൻ്റെ നിയമങ്ങളെ നേരിടേണ്ടി വന്നു, കോടതിയെ നേരിടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ പല നേതാക്കളും ജയിലിലാകുന്ന സ്ഥിതിവിശേഷം, ഡൽഹിയിൽ തന്നെ എത്ര മന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. ഇതൊക്കെ തട്ടിപ്പ് കേസാണ് എന്ന് പറയുമ്പോൾ പോലും പക്ഷേ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. പക്ഷേ കേരളത്തിലെ എത്ര നേതാക്കളാണ് അങ്ങനെ ഒരു ബാലകൃഷ്ണ പിള്ളയെ പോലുള്ളവർ സുപ്രീം കോടതി ആ കേസ് എൻ്റെ ഒരു മെറിറ്റ് വെച്ചിട്ട് ജയിലിൽ കിടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു പല നേതാക്കൾക്കെതിരെയും ഉയർത്തുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ വെറും ഷോ ആണ് എന്ന് മാത്രം പറയേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. അതായത് പൊളിറ്റിക്കലി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു 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 ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, എതിരാളികൾക്കെതിരെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് അവർക്ക് അഴിമതി നടത്തിയാലും അവർ കേസിൽ ശിക്ഷിക്കപ്പെടണം എന്ന നിർബന്ധം ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഇല്ല. അതുതന്നെയാണ് ഇവർക്കെതിരായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ CPM പ്രവർത്തകരാണെങ്കിലും BJP പ്രവർത്തകരാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും അവർ തമ്മിലുള്ള വലിയ വീറും വാശും, താഴെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അത്രയധികം ഫൈറ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് ഈ നേതാക്കൾക്ക് വേണ്ടി പല അണികളും പോയി കൊല്ലും കൊലയും ചെയ്യുന്ന ഒരു നാടാണ് കേരളം. ഇപ്പോൾ പലപ്പോഴും അത് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയമൊക്കെ എന്തായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ഒരു നാടാണ് കേരളം എന്നുള്ളതാണ്. നമ്മൾ എത്ര നമ്മൾ മേനി നടിക്കാൻ ശ്രമിച്ചാലും, എത്ര നമ്മൾ പുരോഗമനമാണ് എന്ന് പറയാൻ ശ്രമിച്ചാലും, പക്ഷേ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് കാണേണ്ടത്. അവിടെയാണ് അണികൾ, നിങ്ങളെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ തലപ്പത്തുള്ളവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അടിയും ഒക്കെ കൊള്ളുന്നത് ഒരുപക്ഷെ നേതാക്കളാകാൻ വേണ്ടിയുള്ള ബോധത്തോടെ അടികൊള്ളുന്നവർ തന്നെയാണ് ഇക്കാലത്തുള്ള പല നേതാക്കളുമെന്ന്, യുവജന സംഘടനാ പ്രവർത്തകരും എന്നത് നമുക്കറിയാം. അവർക്കിടയിലും പലപ്പോഴും അങ്ങനെ ധാരണകളുണ്ട്. ഇപ്പോൾ ഈ ഓണപരിപാടികളിലൊക്കെയുള്ള അവരുടെ സൗഹൃദമൊക്കെ നമ്മൾ വല്ലപ്പോഴും ഈ ചാനൽ ഫ്ലോറുകളിൽ ഇരുന്നിട്ടുള്ള വലിയ ബഹളങ്ങളൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. പക്ഷേ ഇവരുടെ സൗഹൃദവും നമുക്ക് ഇത്തരം പരിപാടികളിലൂടെ ചാനലുകൾ വഴി കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സൗഹൃദങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. പക്ഷേ ഒരു എൻഡിൽ സൗഹൃദങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി വരുന്ന അഴിമതികളിൽ ഒരു അതിശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിലേക്കാണ് കേരളം പോയിട്ടുള്ളത് എന്ന വലിയ യാഥാർത്ഥ്യം സമീപകാലത്ത് വിളിച്ചു പറഞ്ഞ PV അൻവറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? നേതാക്കൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയല്ലേ? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.